What a privilege it is to worship God and behold His beauty. ആ വലിയവനായ കർത്താവിനെ ആരാധിക്കുവാനും അവന്റെ മനോഹരത്വം കാണുവാനും ലഭിച്ച വലിയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദി അറിയിക്കുന്നു. And again, it is all the more joyous announcement that we will be having series of marriage celebrations September, October, November, December continuously. അടുത്ത് വരുന്ന ചില മാസങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ വിവാഹം നടക്കുകയാണല്ലോ. അത് അറിയിപ്പ് കേട്ടതുകൊണ്ട് വളരെ സന്തോഷവാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. You know, these days I love watching Binoy and Johan. ഈ ദിവസങ്ങളിൽ ബിനോയെയും ജോഹാനെയും സഹോദരൻ ശ്രദ്ധിക്കുന്നുണ്ട്. And it is wonderful to see their transition. അവരുടെ മാറ്റങ്ങളും കാണുന്നുണ്ട്. I do not know whether you have noticed they have become little more serious these days, right? അവരെ കുറച്ചുകൂടെ ഗൗരവകരമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. It's wonderful to see them getting into the new transition phase. പുതിയ അവരുടെ ജീവിതത്തിന്റെ തലത്തിലേക്ക് കടക്കുന്നതിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. It's fun to see our children growing and it's fun to see them getting married. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരുകയും അല്ലെങ്കിൽ അവരുടെ വിവാഹങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. You know, I am more selfish on their marriage. ആ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൽ സഹോദരൻ കുറച്ച് സ്വാർത്ഥനാണ്. Because we will be getting 2 more Sunday school teachers possibly. 2 സൺഡേ ക്ലാസ് ടീച്ചേഴ്സിനെ കൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. So we will be getting retired and we will be able to at least sit in the senior class. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള സഹോദരനെ പോലുള്ളവർക്ക് വിരമിച്ച് അവർക്ക് സീനിയർ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും കടന്നു വരുന്നവർക്ക് പുതിയ ക്ലാസ്സുകൾ എടുക്കുവാനും സാധിക്കുമല്ലോ. So let's hope for the betterment. നല്ല കാര്യങ്ങൾ നടക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. In the meditation of the word today, I want to take your attention to the book of Genesis chapter 3 and verses 8, 9, 10. ഇന്നത്തെ ചിന്തയോടനുബന്ധിച്ച് ഞാൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 8-ാം വാക്യം ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 8 to 10. 3-ാം അധ്യായം 8 മുതൽ 10 വരെ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിനു മനുഷ്യൻ, എന്നോടുകൂടെ ഇരിക്കുവാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷത്തിന്റെ ഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. Okay. 2 weeks back we were told about a very tragic accident during the because of the rain in Delhi. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഡൽഹിയിൽ വളരെ അതിശക്തമായ മഴയോടനുബന്ധിച്ച് അതിദാരുണമായ ഒരു സംഭവം നടന്നത് നാം എല്ലാം അറിയുന്നുണ്ടല്ലോ. Have you all gone through those news? ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ആ വാർത്തയിലൂടെ വായിച്ചു അല്ലെങ്കിൽ അറിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 3 of the UPSC aspirant they died because of the rain. മഴയുടെ കാരണം മുഖാന്തരമായിട്ട് 3 വിദ്യാർത്ഥികൾ UPSCക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്ന 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിക്കുകയുണ്ടായി. And one of the boy who belonged from Kerala. അതില് ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയാ. Have you all heard this news? ഈ വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടോ? Yes. I was going through the news and it made me fascinating more because they were able to know who is the culprit. ഈ വാർത്ത ഞാൻ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. അതിലെ യഥാർത്ഥ ഇതിന് കാരണക്കാരായിട്ടുള്ള കുറ്റവാളി ആരാണെന്ന് ഉള്ള കാര്യമാണ് എനിക്ക് വളരെ ചിന്തിക്കുവാനായിട്ട് ഇടയാക്കിയ കാര്യമായിരിക്കുന്നത്. The UPSC aspirants they were all inside a library which was functioning in the basement of a building of a coaching center. ഒരു കോച്ചിങ് സെന്ററിന്റെ ബിൽഡിങ്ങിന്റെ കെട്ടിടത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള ബേസ്മെന്റ് ഏരിയയിലെ ലൈബ്രറിയിൽ അവരായിരിക്കുകയായിരുന്നു.
So during the rain, I mean, when there was a rain, you know, the whole of the road had filled with water up to the knee above. അവരുടെ ആ കെട്ടിടത്തിന്റെ സമീപത്തായിട്ടുള്ള റോഡിൽ ഈ അതിശക്തമായ മഴ മുഖാന്തരമായിട്ട് വളരെയധികം വെള്ളം നിറയുകയും കാൽമുട്ടോളം വെള്ളം അവിടെ പൊങ്ങുകയും ചെയ്തു. And the road and this building had a partition, a kind of an iron sheet which kept the water away. ഈ വർദ്ധിച്ചു വരുന്ന ആ വെള്ളം ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് വെച്ചിട്ട് അവിടെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് ആ ബിൽഡിങ്ങിലോട്ട് വെള്ളം കയറാതിരിക്കാൻ തടഞ്ഞു നിർത്തിയിരിക്കുന്നുണ്ടായിരുന്നു. And now, on that particular day, the road, you know, was functioning, and there was one car which just passed by, and because of the pressure of the water, this iron sheet fell down, and the whole water oozed inside the basement, and the boys they died. ഈ റോഡിലൂടെ അനേക വാഹനങ്ങൾ ഈ സമയത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കാറ് പാസ് ചെയ്ത് പോയ സമയത്ത് ഇവരുടെ ഈ വച്ചിരുന്ന ഷീറ്റ് മറിഞ്ഞു വീഴുകയും ഈ റോഡിലുണ്ടായിരുന്ന മുഴുവൻ വെള്ളവും ശക്തിയായിട്ട് ഈ ബേസ്മെന്റിലേക്ക് ആ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ അത് മുഖാന്തരമായിട്ട് മുങ്ങി 3 വിദ്യാർത്ഥികൾ മരിച്ചു എന്നതാണ് സംഭവം. Now, who is the culprit? ഇതിൽ ആരാണ് കുറ്റവാളിയായിരിക്കുന്നത്? There was no system of a building having a basement library in the basement in first place. ഇന്ന് നിയമപരമായി നോക്കുമ്പോൾ ഒരു ഗ്രന്ഥശാല ആ ബേസ്മെന്റ് ഏരിയയിൽ വയ്ക്കുവാനായിട്ടുള്ള സാധ്യതയും വയ്ക്കുവാനായിട്ടുള്ള സാധ്യതയില്ല. If there is a rain, there should be a drainage system, right? There was no drainage system functioning as such. അവിടെ റോഡിൽ അങ്ങനെ വെള്ളം വർദ്ധിക്കുകയാണെങ്കിൽ അതിന് പോകുവാനായിട്ട് അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകുവാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. So the ministry says it is the responsibility of the corporation to have the drainage system. അപ്പൊ ഭരണകൂടത്തിലുള്ളവർ പറഞ്ഞു കോർപ്പറേഷനിലുള്ളവരാണ് ആ ഡ്രെയിനേജ് സിസ്റ്റം ഒഴുകി പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന്. And the corporation say no. Since there was a blockage of, there was rain, because of the rain there was so much of water, the police should have stopped the road at first place. അപ്പോ കോർപ്പറേഷൻ പറഞ്ഞു അത് വെള്ളം ഇങ്ങനെ അതിശക്തമായത് കൊണ്ടാണ്, മഴയുള്ളത് കൊണ്ടാണ് വെള്ളം അധികമായിട്ട് ഉയർന്നു വന്നത്. അപ്പൊ പോലീസ് എന്ത് ചെയ്യണമായിരുന്നു? വാഹനങ്ങൾ അവിടെ കൂടെ കടത്തിവിടാതെ അനുവദിക്കാതെ അത് ബ്ലോക്ക് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു. So the police says no, road was perfectly fine, so they allowed the vehicles to pass, so the vehicle passed and it all, and finally they have arrested one guy called who drove the car. ഇതിന്റെ അവസാനം എന്ന് നിങ്ങൾ വാർത്തയിൽ വായിച്ചതുപോലെ ഈ കാർ ഓടിച്ചു പോയ ആളെയാണ് ഇതിനു വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്തത്. Spurgeon sir will be saying, why am I saying all this? Okay. Who is the culprit? ആരാണ് ഇതിലെ യഥാർത്ഥ കുറ്റവാളി? System, MCD, police, or the driver? അവിടെ ഉണ്ടായിരുന്ന ക്രമീകരണങ്ങളാണോ, അതോ ഭരണകൂടമാണോ, കോർപ്പറേഷനാണോ, പോലീസാണോ, അതോ ഈ പിടിക്കപ്പെട്ട ഈ കാർ ഓടിച്ചു പോയ വ്യക്തിയാണോ? And there was one fellow who came up and he said the biggest culprit is God. Why did he send the rain? അപ്പോ പക്ഷെ ഇതിലൊക്കെ അപ്പുറമായിട്ട് ഒരു വ്യക്തി അവിടെ കടന്നു വന്നിട്ട് പറയാണ് ഇതിൽ ഏറ്റവും വലിയ കുറ്റവാളി ദൈവമാണ്, ദൈവമല്ലേ ഇത് ഇത്രയും ശക്തമായ മഴയൊക്കെ അവിടെ അയച്ചതെന്ന്. Blame game. അവരെ അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ കളികൾ. 1 week back I was going through one story. ഒരാഴ്ച മുമ്പ് ഞാൻ ഈ ഒരു കഥ ഇങ്ങനെ വായിക്കുകയുണ്ടായി. And I happened to hear that story with my wife's mobile. ഭാര്യയുടെ മൊബൈൽ ഫോണിലാണ് അത് കണ്ടത്. The story goes like this. ഇങ്ങനെയാണ് ആ കഥ പോകുന്നത്. I am just giving the name of the person. His name is not that way, but let's say the name of the person is Gyanchand. ഗ്യാങ്ചങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള കഥയാണ്. Gyanchand is not an educated guy. അതൊരു വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി അല്ല. He gets a job in a corporate house. ഒരു നല്ലൊരു സ്ഥാപനത്തിൽ ഒരു പിയൂണായിട്ട് വ്യക്തിക്ക് ജോലി കിട്ടി. But Gyanchand is a very meticulous man, very organized person. ആ ഗ്യാങ്ചന്ദ് എന്ന് പറയുന്ന ആ വ്യക്തി വളരെ കൃത്യനിഷ്ഠയോടും ചിട്ടയോടും കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. So as soon as he joined the office, he was given the responsibility to take care, to attend the manager of the organization. ഇദ്ദേഹം ആ ജോലി സ്ഥലത്ത് ജോലി പ്രവേശിച്ചത് മുഖാന്തരമായിട്ട് തനിക്ക്
അവിടെ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചു. തന്നെ മാനേജറിന് നോക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തനിക്ക് കിട്ടി. So he was systematically looking after all the needs of the manager, taking the file, bringing the chaya, arranging the meeting, so on and so forth. As a peon, he was attending his manager. ഒരു പിയൂൺ എന്ന രീതിയിൽ തന്റെ മാനേജറിന് ചെയ്യാവുന്ന ഫയലുകൾ കൊണ്ടുപോവുകയും ചായ കൊടുക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും താൻ കൃത്യതയോടുകൂടി ചെയ്തു വന്നു. And one morning he used to stay nearby the office. He used to stay near the office, within 15 minutes of span. വളരെ ഓഫീസിന് വളരെ അടുത്തായിട്ട് തന്നെയാണ് താൻ താമസിച്ചു വരുന്നത്. So one day on the way he saw a flower shop. He bought 2 buds of the flower. He put it on the flower base and kept it on the table of the manager. താൻ ഇങ്ങനെ ഒരു ദിവസം നടന്നപ്പോൾ തന്റെ വീടിനടുത്തുള്ള ആ പൂക്കടയിൽ നിന്ന് താൻ 2 പൂക്കൾ വാങ്ങി ഫ്ലവർ വേസിലിട്ട് ആ മാനേജറിന്റെ ടേബിളിലേക്ക് താൻ അത് ഒരു ദിവസം കൊണ്ടുവയ്ക്കുകയുണ്ടായി. Manager was extremely happy. ആ മാനേജറിന് ഭയങ്കര സന്തോഷമായി. Every day he used to do that. എല്ലാ ദിവസവും താൻ അത് ചെയ്യണമെന്നുള്ളത്. And as soon as manager entered the cabin, he used to see the flower, fresh flower, and used to really be very happy about. ഓരോ ദിവസവും വരുമ്പോ പുതിയ പൂക്കൾ നിറഞ്ഞ തന്റെ ആ സ്ഥലം കാണുമ്പോൾ മാനേജറിന് വളരെ സന്തോഷത്തോടെ താൻ ഓരോ ദിവസവും കടന്നുപോയി. So these things started going very well. എന്നാൽ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നു. And that life was so systematically for Gyanchand. ഈ ഗാൻച് എന്ന് പറയുന്ന വ്യക്തി വളരെ ചിട്ടയോടുകൂടി തന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. He used to come before 15 minutes of the office time. ഓഫീസ് ടൈമിന്റെ 15 മിനിറ്റ് മുമ്പേ തന്നെ താൻ ഓഫീസിൽ എത്തുന്നതാണ്. 5:30 he used to get his office closed, and immediately within 15 minutes he is inside his house. 5:30 ആകുമ്പോൾ താൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി തന്റെ 15 മിനിറ്റിനുള്ളിൽ തന്റെ വീട്ടിലെത്തി താൻ വിശ്രമിക്കും. Systematically organized man. വളരെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്തു വന്നിരുന്ന ഒരു മനുഷ്യൻ. And as soon as he entered his house in the evening, his wife used to wait for him with a cup of tea so that they both can have together and they can spend the evening together. അദ്ദേഹം വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്റെ ഭാര്യ അവിടെ ചായയുമായിട്ടുണ്ടാവും. ചായ കുടിച്ച് അവര് സന്തോഷമായിട്ട് ആ സായാഹ്ന സമയം ചെലവഴിക്കും. Days pass by. അനേക ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. Weeks, months, years. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കഴിഞ്ഞു. Every day morning fresh flower, kept it on the table, and manager used to be happy. എല്ലാ ദിവസവും ഈ രീതിയിൽ മാനേജറിന്റെ മേശമേൽ ഈ പൂക്കളും ഇരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയി. After 10-12 years, ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം there was one day, ഒരു ദിവസം manager saw the flower buds were bit dried. ഒരു പൂക്കള് ഉണങ്ങിയിരിക്കുന്നതായിട്ട് മാനേജറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. So in the afternoon he called Gyanchand. He said, see, today why the flower buds are dried up. അപ്പോ ഗാൻചനെ മാനേജർ വിളിക്കുകയും എന്തുകൊണ്ടാണ് ഈ പൂക്കള് ഉണങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. Gyanchand being a very meticulous man, he could not tolerate that statement. ആ ഒരു കാര്യം തനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായി പോയിരുന്നു. He kept thinking and kept thinking about it. പിന്നെയും ഇതിനെ കുറിച്ച് തന്നെ പിന്നെയും ചിന്തിച്ചുകൊണ്ട് ഇരുന്നു അദ്ദേഹം. He brought the new fresh flower in the morning, kept it on the flower base, and how can a manager say so? താൻ വളരെ ഭംഗിയായിട്ട് കൃത്യതയോടുകൂടി പുതിയ ഒരു പുഷ്പമാണ് താൻ അവിടെ വാങ്ങിച്ച് ആ മേശയിൽ വെച്ചത്. എന്നിട്ട് എന്തുകൊണ്ടാണ് മാനേജർ ഈ രീതിയിൽ തന്നോട് സംസാരിച്ചത്? With having those thoughts in his mind, he went to his home. താൻ ഈ ഒരു ചിന്താകുലവുമായിട്ട് തന്റെ വീട്ടിലേക്ക് താൻ മടങ്ങിപ്പോയി. His wife was as usual. His wife was very happy to welcome him with a cup of tea. സാധാരണ ഉള്ളതുപോലെ തന്നെ തന്റെ ഭാര്യ ഒരു ചായയുമായിട്ട് തന്നെ മുമ്പാകെ വന്നു. But the moment Gyanchand entered the house and she brought the tea, he was furious. ഈ ചായയുമായിട്ട് ഭാര്യ അവിടെ കടന്നു ചെല്ലുന്ന ആ സമയത്ത് തന്നെ ഗാൻചൻ വളരെ കോപത്തോടുകൂടി അവിടെ ആയി തീർന്നു. What do you think his response would be? എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പോയി മാറ്റടി നിന്റെ ചായ അല്ലേ? This is what we say in Malayalam. പോയി മാറ്റടി നിന്റെ ചായ മാറ്റിക്കൊണ്ട് വരുവാനായിട്ട് ദേഷ്യത്തോടു കൂടി താൻ പറഞ്ഞു. And he was so upset. അവൻ വളരെ വിഷമസന്ധിയിലായിരുന്നു. So he poured out all his frustration before his wife. തന്റെ വിഷമവും പ്രയാസവും എല്ലാം തന്റെ ഭാര്യയുടെ മേൽ താൻ തീർക്കാനായിട്ട് തുടങ്ങി. Wife was again, she became upset about his reaction. ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് ഭാര്യയും അതിൽ കണ്ട് ഭയപ്പെടുവാനും അല്ലെങ്കിൽ വിഷമിക്കുവാനുമായിട്ടിടയായി. She brought her tea back. ചായ മടക്കി കൊണ്ടുപോയി. In that moment the daughter came, and as usual she used to ask her mother to help her in her homeworks.
തന്റെ മാതാവ് കടന്നു വരികയും മാതാവിനോട് ഈ തന്റെ വീട്ടുകാര്യങ്ങൾ സഹായിക്കണമെന്ന് മാതാവിനോട് താൻ ഭാര്യ പറയുകയും ചെയ്തു. മോള് കടന്നു വരികയും മോളോട് പറയാണ് എന്റെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കണമെന്ന്. So in the homework of her studies, she is asking her mother to help her. ഹോംവർക്ക് ചെയ്യുന്നതിൽ അമ്മയും സഹായിക്കണമെന്ന് മോളും തിരിച്ചു പറഞ്ഞു. Amma was already upset. Mother was already upset because of father. പിതാവിന്റെ ഈ പ്രതികരണ മുഖാന്തരമായിട്ട് മാതാവ് പിന്നെയും ആ വിഷമത്തിലായിരുന്നു അപ്പോൾ തന്നെയും. So she wanted to pour her frustration before her daughter. ഈ വിഷമം മുഴുവൻ ആ മാതാവ് ആ മകളിൽ തീർക്കുവാനായിട്ട് തുടങ്ങി. So she threw her books, put it on the table and say kondubodi, അങ്ങനെ ഈ മോള് അതിന്റെ ഫ്രസ്ട്രേഷൻ മുഖാന്തരം ബുക്കൊക്കെ വലിച്ചെറിയുക, അല്ലെങ്കിൽ അമ്മ അത് ബുക്കൊക്കെ വലിച്ചെറിഞ്ഞ് ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. So who is now upset? ഇതിൽ യഥാർത്ഥത്തിൽ who is now upset about it? ഇപ്പൊ ആരാണ് ഇതിന്റെ വിഷമസന്ധിയിൽ അവസാനമായിട്ടായിരിക്കുന്നത്? മകളാണ്. You all are following me, right? എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് തോന്നുന്നു. So now the frustration is with whom? ഇപ്പൊ എല്ലാ വിഷമത്തിലായിരിക്കുന്നത് ആരാണ്? The daughter. മകളാണ്. Now she is going back to her room. മകള് തിരിച്ച് മകളുടെ റൂമിലേക്ക് പോയി. With all the frustration of her mother's response. അമ്മയിൽ നിന്ന് ഏറ്റ ഈ കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെയും താൻ വിഷമത്തിലായി, പ്രയാസത്തിലായി. On the way to her room, she gets her cat. അതിനോട് ആ വഴിയിൽ കടന്നു പോകുന്ന സമയത്ത് ഒരു പൂച്ച, എന്റെ വീട്ടിലുള്ള പൂച്ച ഇങ്ങനെ കടന്നുപോയി. And the cat, the cat loves fiddling with the daughter's feet. ഈ കുഞ്ഞിന്റെ കാലിനോട് ചേർന്നിരുന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ കളിക്കാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പൂച്ച അതിനോട് ആ സമയത്ത് അവിടെ വന്നു. With her frustration, she kicks the cat, and the cat hits the head on the wall, and cats died there. ഈ മകളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പൂച്ചയെ ദേഷ്യത്തോടുകൂടി ചവിട്ടി എറിഞ്ഞ് അതിന്റെ തല പോയി ചുവരിലടിച്ച് പൂച്ച ചത്തുപോയി. Now the question is, ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, who killed the cat? ആരാണ് ഈ പൂച്ചയെ കൊന്നത്? Who killed the cat? ആരാണ് ഈ പൂച്ചയെ കൊന്നത്? Spurgeon sir will be able to come with an answer. സ്പർജൻ സാർ പക്ഷെ ഉത്തരവുമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചുവരെന്നാണ് ഉത്തരം ലഭിച്ചിരിക്കുന്നത്. If he goes back blaming the situation, നമ്മൾ ഇത് പുറകിലോട്ട് സഞ്ചരിച്ച് ഇതിനെ ഓരോരുത്തരായിട്ട് കുറ്റം വിധിക്കുവാനായിട്ട് ശ്രമിച്ചാൽ, the daughter will say, Amma got me angry. മകള് പറയും അമ്മ മുഖാന്തരമാണ് ഞാൻ ദേഷ്യപ്പെട്ടതെന്ന്. Amma will say, my husband made me angry. അമ്മ പറയും എന്റെ ഭർത്താവ് ദേഷ്യപ്പെട്ട മുഖാന്തരമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. The husband will say, my manager made me angry. ഭർത്താവ് പറയും എന്റെ മാനേജർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. And the manager will say, the flower bud made me angry. അപ്പൊ മാനേജർ പറയും ആ ഉണങ്ങിയ പുഷ്പങ്ങളായിരുന്നു കാരണമാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞത്. So who killed the cat? ആരാണ് പൂച്ചയെ കൊന്നത്? The flower buds. പൂക്കളാണ്. This is how, my beloved, we function in our day-to-day life. പ്രിയമുള്ളവരെ, ദൈനംദിന ജീവിതത്തിൽ നമ്മളും പലപ്പോഴും ഈ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. We don't own the responsibility. നമ്മൾ ആരും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. And at the end of the day, in our day-to-day life, we question God. അതിന്റെ എല്ലാത്തിന്റെ അവസാനം എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ മേൽ എല്ലാ പഴിയും ചാരുന്ന അവസ്ഥയിലോട്ട് പോവുകയാണ്. This is what happened with Adam and Eve. ഈ സംഭവം തന്നെയാണ്, ഈ കാര്യം തന്നെയാണ് ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ ആ സംഭവത്തിൽ നടക്കുന്നത്. And this is what happens with each one of us. അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. You go on the road, if somebody, he comes with a high speed, crosses you, immediately your energy will just, pop up. നമ്മൾ റോഡിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മറുവശം കടക്കുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആരെങ്കിലും വലിയ സ്പീഡിൽ ഒരു ബൈക്കോ എന്തെങ്കിലും വാഹനം പാസ് ചെയ്തു പോയാൽ ഉടനെ നമുക്ക് ദേഷ്യം കൊണ്ട് നമ്മൾ ആക്രോശിക്കുവാനായിട്ട് ഇടയായി തീരും. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? Any reason? എന്തെങ്കിലും കാരണം അതിനുണ്ടോ? I was just drinking a glass of water just now. ഞാൻ കുറച്ചു നേരത്തിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയുണ്ടായി. I was trying to press the glass. ഞാൻ അതിനെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്, what do you think? What will come out? ആ വെള്ളം പുറത്തേക്ക് വന്നു. Right? If it is empty, you think water will come?
അത് വെള്ളമില്ലായിരുന്നെങ്കിൽ, അല്ല ഒഴിഞ്ഞ ഗ്ലാസ് ആയിരുന്നെങ്കിൽ വെള്ളം പുറത്തു വരുമായിരുന്നോ? No. ഇല്ല. Okay, if I just have the Pepsi inside and if I press, water will come out? അതിലൊരു പെപ്സി ആയിരുന്നെങ്കിൽ അത് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് വെള്ളം പുറത്തു വരുമായിരുന്നോ? Pepsi വരും. So what is inside that will come out? എന്താണ് ഉള്ളിലുള്ളത് അതാണ് പുറത്തേക്ക് വരുന്നത്. And that is what happens with us. അത് തന്നെയാണ് നമ്മളിലും If നടന്നുകൊണ്ടിരിക്കുന്നത്. somebody presses me, things which comes out is inside me. ആരെങ്കിലും നമ്മുടെ സാഹചര്യങ്ങളോ മറ്റുള്ളവരോ നമ്മളെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. If it is something best, it will come best way. അതിൽ ഉള്ളിൽ നല്ലതാണുള്ളതെങ്കിൽ ആ സമയത്ത് നല്ല കാര്യങ്ങളായിരിക്കും പുറത്തു If വരുന്നത്. things are filthy inside, filthy things will come out of me. മോശമാവുന്ന അല്ലെങ്കിൽ നാറ്റം വമിക്കുന്ന കാര്യങ്ങളാണ് ഉള്ളിലുള്ളതെങ്കിൽ നാറ്റമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പുറത്തു വരിക. So instead of blaming God or blaming others, it is something which we have to look inside us. പ്രിയമുള്ളവരെ, ദൈവത്തെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റം പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നാം തന്നെ നോക്കണം. Because we are the one who are struggling with this situation. പ്രിയമുള്ളവരെ, നാമാണ് ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. If we cannot handle it, then there is no point blaming others. നമുക്കത് സാഹചര്യം കൈകാര്യം ചെയ്യാനായിട്ട് അറിയുന്നില്ലെങ്കിൽ നാം അതിനെ മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്നതിൽ അർത്ഥമില്ല. Yesterday Abhi was giving a message yesterday evening on the same topic. ഇതേ ആശയത്തോടനുബന്ധിച്ച് തന്നെ നാം കഴിഞ്ഞ ദിവസവും ഈ ഒരു വിഷയം നമ്മൾ വചന ശുശ്രൂഷയിൽ കേട്ടതാണല്ലോ. But I am not taking that angle, but I am going to take a different angle. അതിനെ മറ്റൊരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. We always blame God. നാം എല്ലാവരും കുറ്റം പറയുന്നത് ദൈവത്തെയാണ്. What is God doing? എന്തുകൊണ്ടാണ് ദൈവം ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തത്? Why is God allowing so in my life? എന്തുകൊണ്ടാണ് ദൈവം ഈ രീതിയിൽ എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? Why did God not allow the other person to control himself? എന്തുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയെ ദൈവം അത് നിയന്ത്രിച്ചു നിർത്തുവാനായിട്ട് ദൈവത്തിന് സാധിക്കാത്തത്? Why did Holy Spirit not convince that man to do something better for me? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ആ മറ്റൊരു വ്യക്തിയെ നിയന്ത്രിച്ചുകൊണ്ട് അവരെ നിയന്ത്രിക്കുവാനായിട്ട് സഹായിക്കാത്തത്? My beloved, it is not God who is in this picture. പ്രിയമുള്ളവരെ, ദൈവം ഈ ഒരു ചിത്രത്തിലുള്ളവനെ അല്ല. When you are blaming, it is your responsibility and my responsibility to convince myself before God. ദൈവത്തെ നാം കുറ്റം പറയുന്ന അതേ സമയത്ത് തന്നെ അത് നമ്മുടെ കുറ്റമാണ്, നാമാണ് അതിന് ഉത്തരവാദി എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയെടുക്കണം. What is God doing in that situation? എന്താണ് ദൈവം ആ സാഹചര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? I'll show 3 angles and we'll close. ആ 3 കാര്യങ്ങൾ 3 വശങ്ങളിൽ നിന്നുകൊണ്ട് പറഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. God is working in your weakness. നിയമമുള്ളവരെ, നമ്മുടെ ബലഹീനമായ സാഹചര്യത്തിലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. He is working in your weakness. നമ്മുടെ ബലഹീന അവസ്ഥയിലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. Why are you blaming others? എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പഴിചാരുന്നത്? Because you are weak in some areas. അതിന് കാരണമെന്ന് പറയുന്നത് നീ പല മേഖലകളിലും ബലഹീനനായതുകൊണ്ടാണ്. And somebody hits on your weakness, things come out of you. നിന്റെ ആ ബലഹീനമായ മേഖലകളിൽ ഒരാൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അതിൽ നിന്ന് ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. Because you do not like your weakness to be manifested before others. നിന്റെ ബലഹീനതകൾ മറ്റുള്ളവരിലേക്ക് കാണുവാനായിട്ട് നിനക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ റിവീൽ ചെയ്യുവാൻ വെളിപ്പെടുത്തുവാൻ നിനക്ക് താല്പര്യമില്ല. God is allowing you to work in that weakness, my beloved. ആ ബലഹീനതകൾ നീ അത് ശരിയാക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. Genesis chapter 15. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം verses 1, 2 and 3. Let's read. 1, 2, 3 വാക്യങ്ങൾ. 15-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അതിനുശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. Okay. God says, I'm very happy with you, Abraham. അബ്രാമിനോട് ദൈവം പറയാ, ഞാൻ നിന്നിൽ വളരെ സന്തോഷവാനാണ്. In chapter 12, God calls Abraham out of Ur. ആ ഊർ എന്ന് പറയുന്ന ദേശത്ത് 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അവിടെ നിന്ന് തന്നെ വിളിച്ചു വേർതിരിക്കുന്നുണ്ട്. And he comes out with his family. തന്റെ കുടുംബമായിട്ട് താൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. And things goes on and on. അത് അവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളായിട്ട് അവർ മാറി മാറി കടന്നു പോകുന്നു. Chapter 13, he had to make a very important decision in regard to Lot. ലോത്തുമായുള്ള ബന്ധത്തിൽ 13-ാം അധ്യായത്തിൽ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം താൻ എടുക്കുന്നു. God takes really
close attention on Abraham while he takes the decision. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം വളരെ ശ്രദ്ധയോടുകൂടി താൻ തീരുമാനമെടുക്കണമെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. God is very happy with Abraham and he blesses him. അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ വളരെ ദൈവ സന്തുഷ്ടനാണ്, അവൻ വളരെ And സന്തോഷവാനായിട്ടായിരിക്കും. that is the moment now in chapter 15 God says, God, I'm very happy with you, Abraham. അതുകൊണ്ടാണ് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം വളരെ അബ്രഹാമിന്റെ കാര്യത്തിൽ വളരെ സന്തോഷവാനാണ്. Now, what is response of, or what is one thing which is the weakness of Abraham? പ്രിയമുള്ളവരെ, എന്താണ് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലഹീനതയായിരുന്നു എന്നതറിയാമോ? Okay, read chapter 15 verse 2. 2-ാം വാക്യം. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മശ്കക്കാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. Okay. So Abraham puts forward his weakness before the Lord. ദൈവത്തിന് മുമ്പാകെ അബ്രഹാം തന്റെ ബലഹീനത ദൈവത്തിന്റെ മുമ്പിലേക്ക് വയ്ക്കുക. He says, now Lord, you have blessed me. I have come out of your call, and I have been walking with you, so on and so forth. Everything is fine. Now, what would you give me? ദൈവമേ, നീ പറഞ്ഞ അനുസരിച്ച് നീ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഊരിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ഓരോ കാര്യത്തിലും നിന്റെ കാര്യങ്ങൾ എന്നെ നടത്തിച്ച് ഇതുവരെയും കൊണ്ടെത്തിച്ചു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ നിന്റെ കാര്യം എന്താണ്? And God says, come out of your house. And he looks at the stars. God says, I am going to bless you like the stars. തന്നെ വിളിച്ചു വേർതിരിക്കുന്ന സമയത്ത് എന്നെ കൂടാരത്തിൽ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ പോലെ നിന്റെ തലമുറയാക്കുമെന്നൊക്കെ ദൈവം വാഗ്ദത്തം നൽകുന്നുണ്ട്. How old Abraham is this moment? ഈ സമയത്ത് അബ്രഹാമിന്റെ വയസ്സ് എത്രയാണ്? Okay, go home and do the homework. He is around his 85 or 86 years. നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിച്ചു നോക്കുക. ഏകദേശം 85-86 വയസ്സ് പ്രായമുണ്ടാവും. So being Abraham on his 85-86, he thinks, yes, God is going to bless me, but in what way? അബ്രഹാമിന് അറിയാമായിരുന്നു ദൈവം തന്നെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നുണ്ട് ഈ 85-86 വയസ്സിൽ. എന്നാൽ ഏത് രീതിയിലാണ് ദൈവം എന്നെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നത്? He thought that he's a brilliant guy, he's a strong fellow, he's 86, he's okay. തന്നെ കുറിച്ച് തന്നെ വിചാരിച്ചത് താൻ വളരെ ശക്തിയുള്ളവനാണ്, ബലമുള്ളവനാണ് 85-86 വയസ്സിലും. Now, he's sure that he's going to get a son. He's sure that he's going to get a son. അവന് തനിക്കൊരു മകനുണ്ടാകും എന്നുള്ളത്, ഒരു മകനെ കിട്ടുമെന്നുള്ളത് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. So are you able to follow the what to say, root things which are developing there? അവിടെ തെളിഞ്ഞു വരുന്ന ചിത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങൾ? God tells Abraham, you are going to have a son. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന്. He also believes, okay, with my weakness God is going to bless. This is my weakness, okay, God is going to help me. എനിക്ക് ഈ ബലഹീനത ഉണ്ടെങ്കിലും ദൈവം എന്നെ സഹായിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നു. Okay, now in what way he doesn't know. അത് ഏത് രീതിയിലാണ് ദൈവം ചെയ്യാൻ പോകുന്നത് അത് തനിക്ക് അറിയത്തില്ല. And there comes a beautiful, അവിടെയാണ് മനോഹരമായ ഒരു കാര്യം സംഭവിക്കുന്നത്. I do not know whether I should call it beautiful or I should call it other way around, in sarcastic way. അത് മനോഹരമായ കാര്യമാണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, അതോ തിരിച്ചാണോ എന്നുള്ളത്. Read chapter 16. 16-ാം അധ്യായം verse 1. 1-ാം വാക്യം. അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല, എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. Now Sarah, I do not know whether Abraham goes and shares with Sarah about the conversation what he had with God. ദൈവവുമായിട്ടുള്ള ആ സംഭാഷണം തന്റെ ഭാര്യയായ സാറായിയോട് താൻ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. But I presume that they both discussed on this matter. ഒരു പക്ഷേ അവർ തമ്മിൽ രണ്ടുപേരും ചേർന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. Now Sarah comes up with a good strategy. വളരെ വലിയ നല്ല ഒരു പദ്ധതിയുമായിട്ട് സാറായി അബ്രാമിന് മുമ്പിലേക്ക് പറയുകയാണ്. verse 2. 2-ാം വാക്യം. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കുവാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രാം സാറായുടെ വാക്ക് അനുസരിച്ചു. Okay. God told Abraham that you will get a son. ദൈവം അബ്രാമിനോട് പറഞ്ഞു, നിനക്കൊരു മകനെ ലഭിക്കുമെന്ന്. So who is
Abraham believing now? അബ്രഹാം ഇപ്പോ ഈ സമയത്ത് ആരെയാ വിശ്വസിക്കുന്നത്? God. ദൈവത്തെ. Now Sarah says, there is a maid. I want you to get married with her. സാറായി എന്ന് പറയുകയാണ്, എന്റെ ദാസിയായിട്ടുള്ള ആ ഹാഗാറിന്റെ അടുത്ത് ചെല്ലണം എന്നുള്ള രീതിയിൽ. Now Abraham again believes whom? അബ്രഹാം പിന്നെയും ആരെയാ വിശ്വസിക്കുന്നത്? See, you should understand the communication. This is where we start blaming. This is how the blame game comes in reality. ആ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയാണ് പഴിചാരുന്ന ഒരു സംഭവം അവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. Now Sarah says, go to Hagar. സാറായി അവിടെ പറയുന്നു, നീ ഹാഗാറിന്റെ അടുത്ത് ചെല്ലണമെന്ന്. Till that moment, Sarah and Hagar, they do not have any problem. ഈ സമയം വരെയും സാറായും ഹാഗറുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെ ഇല്ല. I do not know whether it is written he took her as a wife. Is written in your Bible? ഇല്ല, അങ്ങനെയില്ല. തന്റെ ഹാഗാർ, 3-ാം വാക്യം, ഹാഗാറിനെ തന്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. Sarah gave Hagar to her husband as a wife. ഭാര്യയായിട്ടുള്ള സാറ ഹാഗറിനെ തന്റെ ഭർത്താവായിട്ടുള്ള അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുക്കുകയാണ്. Okay, മനസ്സിലാവുന്നുണ്ടോ? now who is Hagar now for Abraham? ഇപ്പോ ഹാഗാർ അബ്രഹാമിന്റെ ആരാണ്? Wife. Step by step, try to understand it. Now she conceives. അവള് ഗർഭിണിയാവുന്നു, ഹാഗർ ഗർഭിണിയാവുന്നു. Now we'll read verse 6. 6-ാം വാക്യം, അബ്രാം സാറായിയോട്. Okay, we'll read verse 5 now. 5-ാം വാക്യം, അപ്പോൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. What is the blame game here? ഇവിടെ ആരെയാണ് പഴിചാരുന്നത്? She is conceived now. ഹാഗർ ഇപ്പോ ഗർഭിണിയായിരിക്കുന്നു. Who has given the life in her womb? ആരാണ് ആ ഒരു ജീവൻ ഹാഗറിന്റെ ഗർഭപാത്രത്തിൽ നൽകിയത്? Definitely God has given. God is the one who is the source and source of death and life. ദൈവം തന്നെയാണ്, ദൈവമാണല്ലോ ജീവന്റെ ദാതാവും മരണത്തിന്റെയും സ്ഥാനം ഉടമസ്ഥൻ കർത്താവാണല്ലോ. So God has given a life in the womb of Hagar. ദൈവം ഒരു ജീവൻ ഹാഗാറിന്റെ ഗർഭപാത്രത്തിൽ നൽകുകയാണ്. So now Sarah is not happy with Hagar. എന്നാൽ സാറായി ഇവിടെ ഹാഗാറിനോട് സന്തോഷവാനായിട്ടല്ല ആയിരിക്കുന്നത്. Why? എന്തുകൊണ്ടാ? Till there was no life in her womb, she was okay with Hagar. ആ ജീവൻ ഉണ്ടാകുന്നത് വരെയും ഹാഗാറിനോട് ഒരു പ്രശ്നവും സാറായിക്ക് ഉണ്ടായിരുന്നില്ല. But the moment there was a life, Sarah had a problem. ഒരു ജീവൻ അവിടെ ഉണ്ടായ സമയത്ത് സാറായും ഹാഗാറും തമ്മിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. And I love the way, I really get surprised when reading this. Now, what is the response of Abraham? അവിടെ അബ്രഹാമിന്റെ പ്രതികരണമാണ് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത്. Read the next verse. 6, right? Yeah, read first 5 and then 6. 5-ാം വാക്യം 6-ാം വാക്യം, അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു, എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം സാറയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം. Can you see the blame game here? ഇവിടെ ഒരു പഴിചാരൽ നടക്കുന്നത് നാം കാണുന്നുണ്ടോ? Abraham had no plan of having Hagar as his wife. അബ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഹാഗാറിനെ ഭാര്യയായിട്ട് എടുക്കണമെന്നുള്ള യാതൊരു ചിന്തയും തനിക്ക് ഉണ്ടായിരുന്നില്ല. But he obeyed or he was convinced by the strategy of his wife. എന്നാൽ ഭാര്യയുടെ പദ്ധതി പറഞ്ഞു കൊടുത്തത് അനുസരിച്ചാണ് താൻ മുന്നോട്ട് കടന്നുപോയി ഈ രീതിയിലായി തീർന്നത്. Now Sarah comes and he accuses Abraham. എന്നാൽ സാറായി കടന്നു വന്നിട്ട് തിരിച്ച് അബ്രാമിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. And now Abraham is again one more step further goes. അബ്രാം പിന്നെയും അവിടെ ഒരു പടി കൂടെ മുന്നിലേക്ക് കയറി അവിടെ പറയുകയാണ്, it is your problem, you are the one who gave me. നീയാണ് ഭാര്യയായിട്ട് ഹാഗറിനെ തന്നത്, നീയാണ്, നിന്റെ കയ്യിലാണ് അതായിരിക്കുന്നത്. Where did all start? എവിടെ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്? God promised that Abraham is going to get a son. ദൈവം വാഗ്ദത്തം ചെയ്തു, നിനക്കൊരു മകൻ ലഭിക്കും എന്ന്. My beloved, most of the time this is how
we do not understand the word of God in our life. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്, ഈ രീതിയിലാണ് ദൈവത്തിന്റെ വചനത്തെ നാം മനസ്സിലാക്കേണ്ടത്, അറിയേണ്ടത്. No, we do not understand. We misunderstand. നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് ദൈവത്തിന്റെ വചനത്തെ. God is very clear in his communication that you are going to get a son. ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന്. And definitely that would be from the Sarah. അത് തീർച്ചയായിട്ടും സാറായിൽ നിന്ന് തന്നെ ആയിരിക്കണം. Because there was only one wife. അത് തന്നെ ഏക ഭാര്യ എന്ന് പറയുന്നത് സാറായിയാണ്. So it was very clear, very obvious that God is going to bless Sarah and Abraham with a son. അതിന്റെ ഫലം ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറായി പ്രസവിച്ച് അബ്രഹാമിന് ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളതാണ്. But Abraham misunderstood. എന്നാൽ അബ്രഹാം അത് തെറ്റിദ്ധരിക്കുകയാണ്. His understanding in the halfway. അതിനെ പകുതി അർത്ഥത്തിൽ മാത്രമേ താൻ മനസ്സിലാക്കി എടുക്കുന്നുള്ളൂ. And he is aligning to the plan of Sarah of taking Hagar as his wife. തന്റെ ഭാര്യയുടെ ആ പദ്ധതിയിൽ ആയിക്കൊണ്ട് ചേർന്നുകൊണ്ട് താൻ ആ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുക. My beloved, this is how when the weaknesses are exposed, you don't like to take the responsibility. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനത വെളിപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വെളിപ്പെടുന്ന സമയത്ത് നമുക്ക് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. It is purely the misunderstanding of Abraham. ഇത് അബ്രഹാം വളരെ തെറ്റായിട്ട് ഇത് മനസ്സിലാക്കിയെടുത്തതിന്റെ കുഴപ്പമായിരുന്നു. He should have told Sarah, no, I am not going to take Hagar as my wife. അബ്രഹാമിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ ഈ ഒരു കാര്യം ചെയ്യത്തില്ല, ഹാഗാറിനെ ഭാര്യയായിട്ട് സ്വീകരിക്കത്തില്ല എന്ന് സാറായിയോട് പറയാമായിരുന്നു. But he went on. എന്നാൽ അബ്രഹാം ആ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. Went on entertaining his weakness. ആ ബലഹീനത താൻ പിന്നെയും താലോലിക്കുവാനായിട്ട് ശ്രമിക്കുക. And when the weaknesses are exposed, he is blaming Sarah again. ആ ബലഹീനത വെളിപ്പെട്ട് പുറത്തു വന്നപ്പോൾ താൻ തന്റെ കുറ്റം മുഴുവൻ തന്റെ ഭാര്യയായ സാറായിൽ മേൽ ചുമത്തുകയാണ്. Now you may come up with lot of your own ideas. ഒരു പക്ഷേ തന്റേതായ പല ഐഡിയാസുമായിട്ട് താൻ മുന്നോട്ട് വരുന്നു. No, you may be coming. നിങ്ങൾ ഒരു പക്ഷേ ഈ സന്ദർഭത്തിൽ പല ചിന്തകൾ ഐഡിയാസുമായിട്ട് മുന്നോട്ട് വരും. I'll show you one more example, then you will be convinced. ഒരു ഉദാഹരണം കൂടെ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചിത്രം വ്യക്തമാകും. See the conversation between God and Abraham in chapter 17. 17-ാം അധ്യായത്തിൽ ദൈവവും അബ്രാഹവുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. God now is going a step further explaining things to Abraham. ഒരു പടിയൂടെ കടന്നുകൊണ്ട് ദൈവം അബ്രഹാമിന് തന്റെ കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കി കൊടുക്കുകയാണ്. Read verse 15. 15-ാമത്തെ വാക്യം. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. Are you able to get my point? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? I do not know where was Abraham in his understanding at that point. ആ സമയം വരെയും അബ്രഹാമിന്റെ ചിന്ത എന്തായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. He was not finding Sarah worthy of becoming a mother. I do not know what was going on in his mind. ഒരുപക്ഷെ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ടുള്ള പ്രാപ്തി സാറായിക്ക് ഇല്ല എന്നുള്ള കാര്യം ആ രീതിയിലായിരിക്കും താൻ മനസ്സിലാക്കിയിരുന്നത്. But God again comes up and specifically tells nobody, this is how I am going to do it for you. എന്നാൽ ആ കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഈ സാറായിൽ നിന്ന് തന്നെ മകനെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത്. There is no point blaming others. മറ്റുള്ളവരെ പഴിചാരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. Blame is when God speaks clearly. ദൈവമുള്ളവരെ, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് വ്യക്തമായിട്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. And when God speaks clearly, he knows your weaknesses. പ്രിയമുള്ളവരെ, ദൈവം ആ കാര്യം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായി അറിയാം നമ്മുടെ ബലഹീനതകൾ എന്താണ് എന്നുള്ളത്. And when you bring your weakness before God, God is ready to build it for his sake. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനത ദൈവസന്നിധിയിലേക്ക് നാം കൊണ്ടു ചെല്ലുമ്പോൾ ദൈവം ആ ബലഹീനതയിൽ നിന്ന് പണിയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. There is no point
point. There's absolutely no point blaming others for your weaknesses. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനതകളിൽ മേൽ മറ്റുള്ളവരെ പഴിചാരിയെ കുറ്റം പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല. When I say this, I also struggle, my beloved. I also struggle in this blame game. പ്രിയമുള്ളവരെ, ഈ ഒരു കുറ്റപ്പെടുത്തലിന്റെ കാര്യത്തിൽ ഞാനും മാറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എന്നെ കൂടെ ചേർത്തുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. We all struggle in these areas, my beloved. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ ആ വിഷമഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു We പോകുന്നത്. don't like if somebody is bringing my weakness, exposing my weakness before others. നമ്മുടെ ബലഹീനതകളെ മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. Now coming back to Genesis chapter 3. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം മടങ്ങി വരാം. What did God tell Adam and Eve, by the way? എന്താണ് ദൈവം അബ്രഹാമിനോടും ഈ ഹവ്വയോടും അവസാനമായി പറഞ്ഞത്? I do not know where is this misunderstanding in that conversation. എപ്പോഴാണ് ഈ തെറ്റിദ്ധാരണ അവരുടെ സംഭാഷണത്തിന്റെ ഇടയിൽ വന്നതെന്ന് എനിക്കറിയത്തില്ല. God told very clearly, you can eat from all the trees except one. ദൈവം അവരോട് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്, ആ ഒരു വൃക്ഷത്തിൽ ഒഴികെയുള്ള എല്ലാ വൃക്ഷത്തിലെ ഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്ന് വ്യക്തമായിട്ട് ദൈവം പറയുകയുണ്ടായി. Is there any I just don't understand. Where is the confusion? ഇതിൽ എവിടെയാണ് ആശയക്കുഴപ്പം വരാനായിട്ട് സാധ്യതയുള്ള കാര്യം? Now serpent comes and comes and speaks before Eve. പാമ്പ് വരികയും ഹവ്വയോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. And somehow Eve is convinced. ഒരു വിധത്തിൽ ഹവ്വയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. Now Eve ate it. ഹവ്വ അത് ഭക്ഷിച്ചു. Right? What did she do next? അത് കഴിഞ്ഞിട്ട് എന്താണ് ഹവ്വ ചെയ്തത്? Read verse 4. Verse 4. 3-ാം അധ്യായം 4-ാം വാക്യം. 4ആണോ 7ആണോ? ഉടനെ 6-ാം വാക്യം. ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ നല്ലതെന്നും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. She ate and she's standing next to Adam. ഇവളെ സ്ത്രീ കഴിച്ചു, തന്റെ അടുത്തുള്ള ഭർത്താവിനും താൻ അത് നൽകുകയാണ്. And what is this gentleman doing? എന്താണ് ഭർത്താവ് അവിടെ ചെയ്യുന്നത്? Did he say, where did you get this fruit? എവിടുന്ന് ഈ ഫലം കിട്ടിയെന്നുള്ളത് വല്ലതും ഭർത്താവ് അവിടെ ചോദിക്കുന്നുണ്ടോ? No. ഇല്ല. That was a weakness of Adam. അതാണ് ആദാമിന്റെ ബലഹീനത എന്ന് പറയുന്നത്. You know, when he saw Eve at the first look, what did he say? ഹവ്വയെ ആദ്യം കാണുമ്പോൾ ആദാം എന്താണ് ഹവ്വയെ കുറിച്ച് പറയുന്നത്? The flesh of my flesh, the bone of my bone. You know, he's singing song. അവിടെ ആദാം ഹവ്വയെ ആദ്യം കാണുന്ന സമയത്ത് തന്റെ സൗന്ദര്യം കണ്ടിട്ട് താൻ പാട്ട് പാടുകയാണ്, തന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറഞ്ഞിട്ട്. I mean, ജീവിതമേ പോയി. You know, the entire life is for her. തന്റെ ജീവിതം മുഴുവനായിട്ട് ആ ഹവ്വയിൽ മേൽ താൻ ആയി തീർക്കുകയാണ് അവിടെ ചെയ്യുന്നത്. And in this point also, when she's bringing, I do not know with smile or with what way she brings and presents before Adam the fruit, I just do not know, but he flats fall on her action. ആ സമയത്ത് ഈ പഴവുമായിട്ട് അല്ലെങ്കിൽ ഫലവുമായിട്ട് ആ ആദാമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ടാണോ ഏത് രീതിയിലാണ് വന്നതെന്നുള്ള അറിയത്തില്ല, എന്നാലും അവൾ കൊടുത്തപ്പോൾ അവൾ യാതൊരു ചോദ്യം ചോദിക്കാതെ വാങ്ങി തിന്നുകയാണ്. It doesn't remember the communication of God. ദൈവം പറഞ്ഞ കാര്യങ്ങളൊന്നും താൻ ആ സമയത്ത് ഓർമ്മിക്കുന്നേ ഇല്ല. And when God intervenes in the situation, he says, you know, the female what you have given me, she is a problem. അല്ല, ദൈവം ചോദിക്കുന്ന സമയത്ത് ആദാം പറയുന്ന മറുപടി എന്താണ്? നീ എനിക്ക് തന്ന സ്ത്രീ അന്ന് ഞാൻ ഭക്ഷിച്ചു. You are the reason, oh God. നീയാണ് ഇതിന് കാരണക്കാരനായിരിക്കുന്നത്. You are the one who is the problem in this situation. ഈ സാഹചര്യം എത്തിച്ചേരുവാനായിട്ടുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് നീയാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തുക. Had you not given me that lady in my life, I wouldn't have fallen in this situation. ആ സ്ത്രീയെ എന്റെ ജീവിതത്തിലേക്ക് നീ തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. God wants to expose your weakness before others. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനതകളെ മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. But he also wants to work in your weaknesses, my beloved. അത് മാത്രമല്ല, നമ്മുടെ ബലഹീനതകളിൽ പണിയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. I do not know. Had at that point
had at that point, just imagine, I'm just imagining the situation, had at that point Adam told God, we made a blunder, mistake. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അങ്ങനെ ഉണ്ടാകത്തില്ല, എന്നാലും ഭാവനയിൽ ഇങ്ങനെ കാണുകയാണ്. ആദാം ദൈവത്തോട് പറയാണ്, ദൈവമേ ഞങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്തു പോയി എന്ന് ദൈവത്തോട് ആദാം പറഞ്ഞിരുന്നുവെങ്കിൽ. Instead of blaming anybody, he says, God, I made a blunder, I happened to eat it. മറ്റുള്ളവരെ അല്ലെങ്കിൽ സ്ത്രീയെയോ ദൈവത്തെയോ പഴിചാരുന്നതിന് പകരമായിട്ട് ഞങ്ങൾ ഈ പഴം പറിച്ചു തിന്നുപോയി, തെറ്റ് ചെയ്തു പോയി എന്ന് ദൈവസന്നിധിയിൽ അപ്പൊ തന്നെ സമ്മതിച്ചിരുന്നു എങ്കിൽ, I do not know, the situation would have been different, I do not know. അത് സാഹചര്യങ്ങളൊക്കെ മാറി മറിയുമായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. But blame game began at Garden of Eden. പ്രിയമുള്ളവരെ, ഈ മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുന്ന ഈ ഒരു കാര്യം തുടങ്ങിയത് ആ ഏദൻ തോട്ടത്തിൽ നിന്ന് തന്നെ. God wants to work in your weaknesses. God wants to make you strong in the areas which you are weak. പ്രിയമുള്ളവരെ, നാം ബലഹീനമായിരിക്കുന്ന ആ മേഖലകളിൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, പണിയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. Paul says in his writing, when I am weak, I am strong. പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു, ക്രിസ്തുവിൽ ശക്തനാകുന്നു. Why? Because he depends on God and God turns his weakness into blessing in his life. പ്രിയമുള്ളവരെ, ദൈവത്തിൽ താൻ ആശ്രയിക്കുകയും ദൈവം തന്നെ ബലഹീനതകൾ തനിക്ക് അനുഗ്രഹമായി മാറുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. God is manifested in the weaknesses, my beloved. നമ്മുടെ ബലഹീനതകളിൽ ദൈവം തന്നെ മഹത്വം അല്ലെങ്കിൽ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. God is not a one who he sits at the back looking at your weakness and singing some Sriyo Sanjari songs. നമ്മുടെ ബലഹീനതകൾ ഉണ്ടായിരിക്കുന്ന സമയത്തായിരിക്കുന്ന സമയങ്ങളിൽ ദൈവം സന്തോഷിച്ച് ആനന്ദിച്ച് പാട്ടുപാടിയിരിക്കുന്ന സമയമല്ലാതെ, but he is building, he is working for you, he is working in you. അവൻ നമ്മിൽ പണിയുകയാണ്, അവൻ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. Allow him to work, allow him to go to do things in your life. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് നാം അനുവദിച്ചു കൊടുക്കണം. There is no point blaming others. മറ്റുള്ളവരെ പഴിചാരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. God is working in your weakness. ദൈവം നിങ്ങളുടെ ബലഹീനതകളിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. You know what? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാവോ? Abraham was 99-year-old when he was told that he is going to get Isaac. ഇസാക്ക് കിട്ടുമെന്നുള്ള കാര്യം താൻ 99 വയസ്സാകുമ്പോൾ താൻ അറിയുന്നുണ്ട്. In chapter 20 he gets Isaac. 20-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇസ്ഹാക്കിനെ തനിക്ക് ലഭിക്കുന്നു. 20-21 21-ാം അധ്യായം, അതെ 21-ാം അധ്യായം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നതുപോലെ സാറായി സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന യഹോവ സാറായി. chapter 15 up to 21 God is building the weakness of Abraham. 15-ാം അധ്യായം മുതൽ 21-ാം അധ്യായം എത്തുന്നത് വരെയും ദൈവം അബ്രഹാമിന്റെ ബലഹീനതകളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന കാലഘട്ടമാണ്. You know what was the duration? നിങ്ങൾക്ക് അറിയാമോ അത് എത്ര വർഷം ഉണ്ടായിരുന്നു എന്നുള്ളത്? That brings me to the second point. അത് രണ്ടാമത്തെ എന്റെ പോയിന്റിലേക്ക് എത്തിക്കുക. Number 1, ഒന്നാമത്തത്, God works in your weakness. ദൈവം നമ്മുടെ ബലഹീനതകളിൽ പ്രവർത്തിക്കുന്നു. And number 2, God works in your waiting. ദൈവം നീ കാത്തിരിക്കുന്നതിൽ പ്രവർത്തിക്കുന്നു. You know how many years this whole episode has taken place? എത്ര വർഷമെടുത്തു ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നു വരുവാനായിട്ട്? 85 to 99, 100 years. 85 മുതൽ ഏകദേശം 99-100 വയസ്സ് വരെ. Almost 14 to 15 years. ഒരു 14-15 വർഷക്കാലം അതിനു വേണ്ടി എടുക്കുകയാണ്. God wanted Abraham to come up in his weakness, waiting unto the Lord. അബ്രഹാമിന്റെ ബലഹീനതകൾ ദൈവം പ്രവർത്തിക്കുവാനും ആ 14-15 വർഷം നീണ്ട കാലയളവ് എടുത്ത് അതിൽ ആ ഒരു പീരീഡിൽ ദൈവം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. But Abraham took lot of shortcuts. എന്നാൽ അബ്രഹാം അനേക കുറുക്കു വഴികൾ എടുക്കുവാനായിട്ട് ശ്രമിച്ചു. And it is sad to say we are still paying the price even at this era. ഈ ഒരു കാലഘട്ടത്തിലും അതിന്റെ വില നാം നൽകിക്കൊണ്ടിരിക്കുകയാണ്. If you don't wait unto the Lord,
my beloved, it is not only you, your family, but your generation also going to pay the price. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നാം കാത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ നാം മാത്രമല്ല, നമ്മുടെ കുടുംബം മാത്രമല്ല, നമ്മുടെ വരും തലമുറയും അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. Joseph was around 17-year-old when he was thrown in the pit by his brothers. യോസേഫിനെ ആ പൊട്ടക്കിണറ്റിൽ ഇട്ടുന്നപ്പോ സമയത്ത് ഏകദേശം 17 വയസ്സ് പ്രായം തനിക്കുണ്ടായിരുന്നു. You know, from the pit, where does he reaches? ആ പൊട്ടക്കുഴിയിൽ നിന്ന് താൻ ഏതുവരെ എത്തിച്ചേർന്നു? He goes to Ishmaelites' place. ഇസ്മായിലിയരുടെ കയ്യിലേക്ക് എത്തുന്നു. And then from the Ishmaelites trader, he goes to Potiphar's house. ഇസ്മായിലിയരുടെ കയ്യിൽ നിന്ന് പോത്തിഫറിലേക്ക് ഭവനത്തിലേക്ക് എത്തുന്നു. Again, one struggle to another. ഒരു ബുദ്ധിമുട്ടിലേറിയ സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലേക്ക്. And from Potiphar's house, he gets into the jail, to the dungeon. പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് കാരാഗൃഹത്തിലേക്ക് താൻ ആകപ്പെടുന്നു. How many years? എത്ര വർഷമായി? 13 years. 13 വർഷക്കാലം. He does not take any shortcut in his life. അവൻ ഒരു കുറുക്കു വഴികളും യോസേഫ് അവിടെ എടുക്കുവാനായിട്ട് ശ്രമിച്ചില്ല. His eyes was always above. അവന്റെ കണ്ണ് എപ്പോഴും ദൈവത്തിങ്കിലേക്ക് തന്നെയായിരുന്നു. And God raises him up from the dungeon and takes him to the places which he could not comprehend in his life. ആ ഒരു പൊട്ടക്കിണറ്റിൽ വീണ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് യോസേഫിനെ ദൈവം അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിലേക്ക് അവനെ ദൈവം എത്തിച്ചു. God works, my beloved. God works in your waiting period. ദൈവം നിങ്ങൾ കാത്തിരിക്കുന്ന സമയത്ത് ദൈവം പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ്. He is working. അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. The only thing is he wants us to just depend on him, look up above unto him. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ മാത്രം നോക്കുക എന്നുള്ള മാത്രം നാം ചെയ്താൽ മതി. But if the moment we take the shortcuts, you know, the plan of God goes other way around. എന്നാൽ നാം കുറുക്കു വഴികൾ എടുക്കുന്ന സമയത്താണ് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെയൊക്കെ ആയി പോകുന്നത്. And we end up doing something wrong. എന്നിട്ട് നാം മോശമായ കാര്യങ്ങളിലേക്ക്, തെറ്റായ കാര്യങ്ങളിലേക്ക് നാം എത്തിച്ചേരുന്നു. 13 years. 13 വർഷക്കാലം. I'll give you one more example. ഒരു ഉദാഹരണം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. Read Daniel chapter 10. ദാനിയേലിന്റെ പുസ്തകം Chapter 10 verses 13 and 14. ദാനിയേൽ Chapter 10, 13 and 14. Daniel is praying for the revelation. വെളിപ്പാടിന് വേണ്ടി ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. He is waiting for the revelation to be understood. തന്റെ വെളിപ്പാടുകൾ മനസ്സിലാക്കുവാനായിട്ട് താൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയം. Now, God has sent the answer. ദൈവം മറുപടി അവിടെ നൽകുന്നുണ്ട്. But the answer has not come to Daniel. എന്നാൽ ദാനിയേലിലേക്ക് ആ ഉത്തരം എത്തിയില്ല. But Daniel is he's continuing praying before the Lord. എന്നാൽ ദാനിയേൽ പിന്നെയും അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Okay, read verses 3, 4, 5. 10, 3, 4, 5. 10-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം കഴിക്കുകയോ മാംസം വീഞ്ഞ് ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദക്കേൽ എന്ന മഹാനദീതീരത്ത് ഇരിക്കുകയും. Okay, now read verse 13 now. 13-ാം വാക്യം. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിക്കുവാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടിട്ട് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. Are you able to get this anecdote? ഈ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? How many days Daniel has been praying? എത്ര ദിവസമായിട്ടാണ് ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? For 21 days. 21 ദിവസമായിട്ട്. Imagine after 15 days he decides, no, I'm not going to pray anymore. God is not sending me the answer. 15 ദിവസം താൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം നൽകിയില്ല എങ്കിൽ, ദൈവം ഉത്തരം നൽകത്തില്ല എന്ന് പറഞ്ഞ് താൻ നിർത്തിയിരുന്നുവെങ്കിൽ, God would not have sent Michael. ദൈവം മീഖായേലിനെ അതിനുവേണ്ടി അയക്കത്തില്ലായിരുന്നു. I do not know. എനിക്കറിയത്തില്ല. But this story would not have been like this. ഒരു പക്ഷെ ഈ ഒരു സംഭവം ഇങ്ങനെ ആയി തീരത്തില്ലായിരുന്നു. My beloved, your consistency is important in the sight of God when it comes to
waiting for the Lord. നിങ്ങളുടെ ദൈവസന്നിധിയിലുള്ള നിങ്ങളുടെ സ്ഥിരത ദൈവസന്നിധിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. Don't take any shortcuts. ഒരിക്കലും കുറുക്കു വഴികൾ When എടുക്കാതിരിക്കുക. God says something, He means it clearly. ദൈവത്തിന് നമ്മോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ടുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അത് വ്യക്തമായി തന്നെ സംസാരിക്കും. He clearly speaks up. അവൻ നമ്മളോട് വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കും. Don't take any shortcuts. ഒരു കുറുക്കു വഴികളോ അതിനുവേണ്ടി എടുക്കരുത്. God will honor you. God will make you history in the days to come. ദൈവം നമ്മെ തീർച്ചയായിട്ടും മാനിക്കും. ദൈവം അത് ചരിത്രമാക്കി തീർക്കും. Now, God works in the weakness. God works in the waiting, and finally God works in the suffering. ദൈവം നമ്മളെ ബലഹീനതകളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പ് സമയത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. മാത്രമല്ല ബുദ്ധിമുട്ടേറിയ വൈഷമ്യത്തിലുള്ള സമയത്തും ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. I'll quickly go. ഞാൻ വേഗത്തിൽ പോകുവാനായിട്ട്. Hebrews chapter 5 verse 8. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. How does he work? എങ്ങനെയാണ് ദൈവം How പ്രവർത്തിക്കുന്നത്? does he work in our suffering? എങ്ങനെയാണ് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ വേദനയുള്ള വേളകൾ ദൈവം And പ്രവർത്തിക്കുന്നത്? the best example we see in the life of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ ആ വലിയ ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Yeah. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. God teaches obedience. ദൈവം അനുസരണം പഠിച്ചു തികഞ്ഞവൻ. When does he teaches the obedience? എപ്പോഴാണ് അവൻ പഠിച്ചു തികഞ്ഞവനായത്? In the suffering. കഷ്ടങ്ങളാൽ. Lord Jesus came in this world to suffer on the cross of Calvary. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് കഷ്ടം അനുഭവിക്കുന്നതിന് വേണ്ടി ക്രൂശിലേക്ക് ഇറങ്ങി വന്നു. That is what Paul writes in Philippi. He was obedient unto the death on the cross of Calvary. ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് അവൻ ക്രൂശ് വരെയും അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ളത്. But God the Father wanted to teach Jesus Christ the obedience. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ അവിടെ പഠിപ്പിക്കുക, അനുസരണം പഠിക്കുകയാണ് പിതാവ്. Did he not know the obedience? Did he not know the obedience? പുത്രന് അനുസരണം അറിയാത്തവനാണോ? He knew. അവനറിയാം. But in order to understand the value, the intensity of obedience, to teach you and me, he is exemplifying the same in the life of Jesus Christ. നമുക്ക് ആ അനുസരണം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ആ കഷ്ടങ്ങളിലൂടെ കടന്ന് അനുസരണം പഠിച്ച് തികഞ്ഞവനായിട്ട് യേശു ക്രിസ്തു മാറുന്നു. When you read chapter 26 of Matthew, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, now we'll quickly read 26-ാം അധ്യായം verse 39. 39-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നു, പിന്നെ അവൻ അല്പം മുൻപോട്ട് നിന്ന് കവിണ്ണു വീണു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി Do you know പോകണമേ. this answer? Do you know the answer of this prayer? ഈ പ്രാർത്ഥനയുടെ ഉത്തരം നിങ്ങൾക്ക് അറിയാമോ? There was no answer. അതിന് ഒരു ഉത്തരവും അവിടെ ലഭിക്കുന്നില്ല. There was no answer of the son praying to his father. ആ പുത്രൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പിതാവ് യാതൊരു ഉത്തരവും അവിടെ തന്നെ നൽകുന്നില്ല. Now verse 56. 56-ാമത്തെ വാക്യം. എന്നാൽ ഇതൊക്കെ ഈ പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവർത്തിയാകേണ്ടത് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. All the disciples, those who were following, they all left him. അവനെ അനുഗമിച്ചു വന്ന എല്ലാ ശിഷ്യന്മാരും അവനെ വിട്ട് ഓടിപ്പോവുകയാണ്. Father is not answering the prayer. പിതാവ് തന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നില്ല. The disciples are abandoned him. ശിഷ്യന്മാരെല്ലാം തന്നെ വിട്ടിട്ട് കടന്നുപോയി. There is no one to speak for him. തനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു മനുഷ്യർ പോലും അവിടെയില്ല. So many soldiers have come to catch hold of him. There is no one, not a single one who is speaking for Jesus Christ. അനേക പട്ടാളക്കാർ തന്നെ പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. എന്നാൽ തനിക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് അവിടെ ആരും തന്നെ ഇല്ല. He is totally left all alone. തന്നെ ഏറ്റവും ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് താൻ അവിടെ ആയിരിക്കുകയാണ്. He is suffering. അവൻ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. He's been striped. അവർ അടിക്കുന്നുണ്ട്. He has been naked. അവർ നഗ്നനാക്കുന്നുണ്ട്. He's been mocked. അവനെ പരിഹസിക്കുന്നുണ്ട്. He's been rejected, trashed, spat on the faces. അവന്റെ കന്നത്ത് അടിക്കുന്നുണ്ട്. അവനെ തുപ്പുന്നുണ്ട്. അവനെ അവിടെ തിരസ്കരിക്കുന്നുണ്ട്. No one. ഒരാൾ പോലും അവിടെ ഇല്ല അവന് വേണ്ടി. And finally they take him to the cross. എന്നിട്ടാണ് അവസാനം അവനെ ക്രൂശിലേക്ക് കൊണ്ടുവരുന്നത്. അവന്റെ കൈകളിൽ തുളച്ചു കയറ്റുന്ന ആണികൾ. They put the crown of thorns in his head. അവന്റെ തലയിലേക്ക് മുൾമുടികൾ ആഞ്ഞടിച്ചു വെക്കുന്നു. There is no one with him.
name. ഒരാൾ പോലും അവന് വേണ്ടി അവിടെ And you know സംസാരിക്കുവാനായിട്ടില്ല. what? He's come to the stage where he's praying to his father, Father, why have you forsaken me? എന്നിട്ട് ആ പിതാവിനോട് ഈ രീതിയിൽ കരഞ്ഞ് യാചിക്കുന്ന പിതാവേ എന്നെ കൈവിട്ടതെന്നു പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന പുത്രന്റെ സാഹചര്യത്തിലേക്ക് അവൻ എത്തുന്നു. Why? എന്തുകൊണ്ടാ? To obey, to manifest the Father and to you and to me that in the suffering also we need to obey the Lord. എനിക്കും നിങ്ങൾക്കും ആ അനുസരണത്തിന്റെ പ്രവൃത്തിയെ കഷ്ടതയിലൂടെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് അവൻ അതിലൂടെ കടന്നു പോവുകയാണ്. My beloved, this is how God works in the life of you and me, even in the suffering. പ്രിയമുള്ളവരെ, വിഷമത്തേറിയ കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന സമയത്തും ദൈവം നമ്മെ ഈ രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മെ അതിലൂടെ കടത്തിവിടുകയാണ്. God is not the one who sits at the back and enjoys in your suffering, in your situations of struggle. നാം മാനസികമായ വിഷമത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന സമയത്ത് പിന്നെ പുറകിലിരുന്നു കൊണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. Don't blame. അവനെ പഴിചാരരുത്. Don't play the blame game. നമ്മൾ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടുള്ള സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകരുത്. Don't react to your weaknesses when it has been exposed. നമ്മുടെ ബലഹീനതകൾ വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ബലഹീനതകളിൽ നാം വിഷമിച്ചു പോകരുത്. Try to wait upon the Lord അതിന് ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കുക. and try to obey while in suffering. ആ വിഷമഘട്ടത്തിൽ നാം ദൈവത്തെ അനുസരിക്കുക. God is working, my beloved. God is working in your and in my life. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ. Let's enjoy Him. അവനെ ആസ്വദിക്കുവാനായിട്ട് ശ്രമിക്കുക. Depend on Him അവനിൽ ആശ്രയിക്കുക. and rely on every moment. അവനെ ഓരോ നിമിഷവും അവനിലേക്ക് തന്നെ നാം ചാരുക. Whenever you are blaming, you are breaking the heart of others. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരെ പഴിചാരുവന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ മുറിവുകൾ ഏൽപ്പിക്കുകയാണ് It is ചെയ്യുന്നത്. against the plan of God. അത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായ കാര്യമാണ്. God does not want that His image should be broken in heart. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച വ്യക്തികളെ ഈ രീതിയിൽ മുറിവേൽപ്പിക്കുന്നത് ദൈവം അനുവദിക്കുന്ന കാര്യമല്ല. Rather, go back before the Lord and ask Lord what to do. എന്നാൽ തിരിച്ച് ദൈവത്തിലേക്ക് ചെന്ന് ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ചോദിക്കുക. And I am sure if you do that, God will turn the situation for your favor. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളെ മാറ്റി ദൈവം അനുകൂലമാക്കിയത് നമുക്ക് തരും. God is working in your weakness. ദൈവം നമ്മുടെ ബലഹീനതകളിൽ പ്രവർത്തിക്കുന്നു. God is working in your waiting. നമ്മുടെ കാത്തിരിപ്പിന്റെ സമയങ്ങളിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. And God is also working in you while you are in suffering. നമ്മൾ വിഷമത്തേറിയിൽ പ്രയാസഘട്ടത്തിൽ ആയിരിക്കുന്ന സമയത്തും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. He is not the reason for your struggle. പ്രിയമുള്ളവരെ, അവനല്ല നമ്മുടെ വിഷമത്തിലുള്ള പ്രയാസത്തിലൂടെ പോകുന്നതിന് കാരണക്കാരൻ അവനല്ല. But He is working in your situation. എന്നാൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. Depend on Him, enjoy Him more. അവനിൽ ആശ്രയിക്കുക, അവനെ കൂടുതലായി നാം ആസ്വദിക്കുക.